ഇപ്പോൾ വരുന്നൊരു വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയുടെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിൽ ഇടുക്കിയിലും കാസർഗോട്ടും കേസ്. അബ്ദുൽ കെ നാസർ എന്നയാൾക്കെതിരെയാണ് നെടുങ്കണ്ടം പോലീസ് കേസെടുത്തത്. ജയരാജ് ബാരെ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഐഡിക്കാണ് കാസർഗോട്ട് കേസ്. രാഹുൽ സുരേഷ്, പോലീസ് നടപടി കടുപ്പിക്കുകയാണ്. അതിജീവിതയ്ക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുകയാണ് പോലീസ്. അതിജീവിതയ്ക്കെതിരെ ആരെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന സൂചനയാണോ ഇപ്പോൾ ഇടുക്കിയിലും കാസർഗോട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ? തീർച്ചയായിട്ടും അരുൺ, അതിന്റെ മുന്നറിയിപ്പ് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇടുക്കിയിലും കാസർഗോഡുമാണ് അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിന്, സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് കേസെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇടുക്കിയിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നെടുങ്കണ്ടം പോലീസാണ് എടുത്തിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ച അബ്ദുൽ കെ നാസർ എന്ന ഐഡിയിലുള്ള ആൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേമം പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി വന്നത്. പക്ഷേ ഇയാളുടെ ഫേസ്ബുക്ക് ഐഡിയിൽ തൂക്കുപാലം എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ നേമം പോലീസ് നെടുങ്കണ്ടം പോലീസ് ഈ കേസ് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ മെറ്റയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മെറ്റയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാളെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നെടുങ്കണ്ടം പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഇയാൾക്കെതിരെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് കാസർഗോഡ് നിന്നും സമാനമായിട്ടുള്ള ഒരു കേസ് പുറത്തുവരികയും ചെയ്തിരിക്കുന്നത്. അതിജീവിതയുടെ വിവരങ്ങൾ പങ്കുവച്ചതിനാണ് കാസർഗോഡ് ജയരാജ് ബാരെ എന്ന ഫേസ്ബുക്ക് ഐഡിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ രണ്ട് കേസുകളിലും മെറ്റയെ സമീപിച്ചിരിക്കുകയാണ് പോലീസ്. ഉടൻ തന്നെ വിവരങ്ങൾ ലഭിക്കും. അതിന് പിന്നാലെയായിരിക്കും രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നത്. അരുൺ, രഹസ്യം വെളിപ്പെടുത്തി മമ്മൂട്ടി എന്നൊരു വാർത്ത കാണാം. ഇടവേളയ്ക്ക് ശേഷം രഹസ്യം വെളിപ്പെടുത്തുന്നു